വെൽക്കം ബാക്ക് ടു റിയൽ സ്റ്റോറി. ഞാൻ മിഥുൻ ദാമോദരൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവന പിൻവലിക്കാം. മണിശങ്കർ അയ്യർ പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകരെ, റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കാമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. താൻ അറിയുന്ന ഒരേ ഒരു മതേതര സോഷ്യലിസ്റ്റ് നേതാവ് വി.ഡി. സതീശനാണ്. കോൺഗ്രസിന്റെ വലതുപക്ഷ നിലപാടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ നിലപാടിനും മധ്യേ നിലകൊള്ളുന്നയാളാണ് അദ്ദേഹം. പക്ഷേ ഇതുകൊണ്ടൊന്നും താൻ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യില്ലെന്നും മണിശങ്കർ അയ്യർ പറയുന്നു. ആസൂത്രണ ബോർഡിന്റെ അന്താരാഷ്ട്ര സെമിനാറിനിടെ തോമസ് ഐസക്, മന്ത്രി എം.ബി. രാജേഷ് എന്നിവർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ UDF ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. പക്ഷേ ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ സത്യമേ പറയാനാകൂ. അതുകൊണ്ടാണ് അടുത്ത തവണയും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കിയത്. 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടായി. ഇടതു സർക്കാരിലും അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാൽ അതൊന്നും അവർ തെരുവിൽ എത്തിക്കില്ല. പക്ഷേ കോൺഗ്രസിന് അതല്ല, അത് പരസ്യമായാണ്. പാർട്ടിയിലെ ഉൾപ്പോര് കാരണം അവർക്ക് ഈ സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ശശി തരൂരിനെ പോലെയുള്ളവർ അവസരവാദികളാണ്. കോൺഗ്രസ് വിദേശകാര്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മോദിയുടെ വിദേശകാര്യമന്ത്രിയാകാൻ നോക്കുന്നയാളാണ് അദ്ദേഹം. CPM-ന്റെ PR ഏജന്റാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത്. സംസ്ഥാന സർക്കാരിന്റെ PR ഏജന്റായി മണിശങ്കർ അയ്യർ മാറിയെന്ന രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തെക്കുറിച്ച് ചോദ്യത്തിന് എന്തിനാണ് വെറും ഇന്റർനെറ്റ് പോരാട്ടങ്ങൾ മാത്രമറിയാവുന്ന കോൺഗ്രസുകാരുടെ നിലവാരത്തിലേക്ക് തന്നെ താഴ്ത്തുന്നത് എന്നായിരുന്നു മറുചോദ്യം. കോൺഗ്രസ് തന്നെ ഒന്നിനും ക്ഷണിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് ക്ഷണിച്ചിട്ടാണ്. തോമസ് ഐസക്കും തന്നെ ക്ഷണിച്ചു. ഞാൻ കോൺഗ്രസിലാണ്, അവർ പുറത്താക്കിയാൽ ഞാൻ എന്റെ വഴി നോക്കും. CPM-ലേക്ക് ക്ഷണിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് പിണറായി ബുദ്ധിയുള്ള ആളാണെന്നും തന്നെ ഒരിക്കലും CPM-ലേക്ക് ക്ഷണിക്കില്ലെന്നും മണിശങ്കർ അയ്യർ മറുപടി പറഞ്ഞിരിക്കുന്നു. ഞാൻ പിണറായി വിജയന്റെ സ്ഥാനത്താണെങ്കിൽ സോണിയാഗാന്ധി പോലും നിയന്ത്രണമില്ലാത്ത പീരങ്കി എന്ന് വിശേഷിപ്പിച്ച മണിശങ്കർ അയ്യർ എന്നൊരാളെ ഏറ്റെടുക്കുമോ? തന്നെ പോലെയുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. CPM അച്ചടക്കമുള്ള പാർട്ടിയാണ്. അവർ എന്നെ ക്ഷണിക്കില്ല. എനിക്ക് 84 വയസ്സായി. മല്ലികാർജുൻ ഖാർഗെയ്ക്കും അതേ പ്രായമാണ്. അദ്ദേഹത്തിന് പ്രസിഡന്റാകാൻ കഴിയുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല? ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയാണ്. കാരണം സുബ്രഹ്മണ്യൻ സ്വാമി ഒരിക്കലും ഒരു പാർട്ടിയും വിട്ടിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ പാർട്ടികളെല്ലാം അദ്ദേഹത്തെ വിട്ടുപോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. CPM-നും സർക്കാരിനുമൊപ്പം ചേർന്ന പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യറെ തള്ളി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മണിശങ്കർ അയ്യർ സർക്കാരിന്റെ PR ഏജന്റായി മാറിയെന്നും തങ്ങൾക്ക് മംഗളപത്രം എഴുതാൻ മണിശങ്കറെ സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാര്യത്തിലും കുറെ കാലമായി അദ്ദേഹം ഇടപെടാറില്ലെന്നും ചെന്നിത്തല പറയുന്നു. കുറച്ചു നാളായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന വ്യക്തിയല്ല മണിശങ്കർ അയ്യർ എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വ്യക്തിപരമായ അഭിപ്രായമാണ് മണിശങ്കർ അയ്യർ പങ്കുവച്ചതെന്നും പാർട്ടിയുടെ അഭിപ്രായം AICC കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം പറഞ്ഞിട്ടുണ്ടെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. എന്തുതന്നെയായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാമെന്ന പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാണെന്നാണ് മണിശങ്കർ പറഞ്ഞത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.